കാർത്തിയാനേച്ചി കാർത്തിയാനേച്ചി ഒരാളെ ഇല്ലെന്ന് പറഞ്ഞിട്ടേ ഒരാളെ ഇല്ലു ഭാസ്കരേട്ടൻ. ഞാൻ ഇപ്പൊ പോവും, സുബ്രഹ്മണ്യൻ നാളെ പോവും. അല്ലെങ്കിൽ ഞാനിപ്പോ പോവേ. ആദ്യത്തെ ദിവസമായതുകൊണ്ടാ ഇത്രയും ചോറും കറി. ധൈര്യമായിട്ട് കഴിച്ചോ സാറേ. എന്റെ അച്ഛൻ ആസലാം പേരിയാന്ന്. കാർത്തിയാനേച്ചി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടൻ പറ. അച്ഛന് കുറച്ച് നിബന്ധനകളുണ്ട്. ഈ മിക്സിയിലും ഗ്രൈൻഡറിലും അരച്ചത് പാടില്ല. 4 മണിക്ക് ചായ, 3 നേരം ഗുളിക, മുൻകോ കൊണ്ട് വച്ച വെക്കാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല, ഉപ്പ് അധികം പാടില്ല, പഞ്ചാര ഒട്ടും പാടില്ല, പിന്നെ ഞാനും പാടാൻ പാടില്ല. ഇതൊക്കെ അല്ലേ? അതൊക്കെ എങ്ങനെ മനസ്സിലായി? പ്രസന്നേട്ടൻ പറഞ്ഞതാണോ? അതൊക്കെ പറയാൻ അറിയട്ടാ. ഇങ്ങനെ എത്ര ബാധ വയ്പ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തെന്ന് എനിക്ക് സമാധാനമായി. നിനക്ക് സമാധാനമായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെ വേണം പോകാൻ. എന്തെന്നത് മനുഷ്യന്മാര് കഴിക്കുന്ന ഭക്ഷണം അത്? എനക്ക് ഇന്നലെ തലവേദന ആയിരുന്നു ഏട്ടാ. ഏകാഗ്രത കിട്ടിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. മരുന്ന് കഴിക്കണ്ടേ? ഇനി മുതൽ എന്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ പാത്രം കഴുകലും അലക്കലും മാത്രം മതി. പിന്നെ നിങ്ങളെ വേലക്കാരിയല്ലേ ഞാൻ. ഒരു ലേഡീസ് അല്ലേ ഞാൻ? എന്റെ ഫേസ് അല്ലേ എനിക്ക് വലുത്? എന്താ വേണ്ടത്? കുറച്ച് സാമ്പാർ. കുറച്ച് സാമ്പാർ എടുക്ക. എന്താ എനിക്ക് ഭാസ്കരൻ രാവിലെ 8 പോയി. എങ്ങോട്ട്? ലൂസ് മോഷൻ. ലൂസ് മോഷനെ ശ്രദ്ധിക്കണം. പ്രസന്ന പ്രായമില്ലേ? ഒരു ജലൂസ് കൊടുത്താൽ മതി. ഭക്ഷണത്തിൽ നിന്നാരി പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തില്ല. രാത്രിത്തെ ചോറും സാമ്പാറും ഇവിടുന്ന വാങ്ങിക്കൊടുത്തത്. ഇപ്പൊ പോകുന്നത് സാമ്പാർ പോലെ. വേണ്ട വേണ്ട കണ്ടില്ല എന്താ സാമ്പാർ? പിന്നെ സാമ്പാറാന്നോ അവിയിലാന്നോ നോക്കല്ലേ എന്റെ പണി. ആത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. പ്രസന്നേട്ടനെ ചീത്തയും പറഞ്ഞു. വത്സലയും കൊണ്ടാ. കാർത്താനിച്ചി, ഒരു നല്ല വർത്താനം പറഞ്ഞു തുടങ്ങക്ക്. രാവിലെ വേണ്ടാത്ത വർത്താനം. കക്കൂസിന് പിന്നെ ലുലുവാണെന്നാ പറയേണ്ടത്. അല്ല പിന്നെ ഹോം നേഴ്സ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല ചേച്ചിമാരായിരിക്കുന്നു. He was Papa's best friend. ഇത്ര വലുതായിട്ടും പുടത്തിരങ്ക പോൽ സബ്ജിച്ചു പൊണുമേന് പടയും. പാപ്പ ബേത്തിലായിരുന്നെങ്കിലും കൂടെ ഉള്ളത്തെ ഒരു ധൈര്യമായിരുന്നു. നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ. പ്രസന്നേട്ടാ, ഞാൻ ഒരു മരണ വീട്ടിലുണ്ട്, അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? റഷ്യയിലുണ്ട് പറഞ്ഞ വീട്. കാര്യം പറയട്ടാ. മാമന് നല്ല സുഖമില്ല. ആ കാർത്തിയാനി ശരിയല്ലാന്ന് അവര് ശരിക്കും നോക്കുന്നില്ല. അയ്യോ, അന്ന് വേറൊരാൾ ഏർപ്പാടാക്കി പ്രസന്നേട്ടാ. അതൊക്കെ വച്ചു. ആര് വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വെറുതെ 10,000 രൂപ മാസം കളയുന്നല്ലാതെ. നീ പറ്റുമെങ്കിൽ ഒന്ന് വാ. മാമന ദിവസം മനസ്സിലാവുന്ന നീ വരുന്നവരും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം.
എന്നാ ഇനി ന്യൂ ഇമോഷൻ ഡിറ്റക്റ്റഡ്. അച്ഛനായിരുന്നേ ഞാൻ എന്ത് ചെയ്യണം? നീ കുറച്ചു നേരം ഉറങ്ങും, നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. ഒരു റോബോട്ട് ഉറങ്ങാറില്ല. താങ്കൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം. Shutting down. അച്ഛനാണ് മൊബൈലും കമ്പ്യൂട്ടറും പ്രശ്നം. ആര് പറഞ്ഞു? ഗാന്ധിജി മരിക്കുന്നവരെ മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല. AKG കമ്പ്യൂട്ടറും. അച്ഛൻ അച്ഛൻ കണ്ടോ, ഒരു മാസം കഴിയുമ്പോൾ അച്ഛൻ പറയും ഇതുപോലത്തെ ഒരെണ്ണം കൂടി വാങ്ങിച്ചു തരാൻ പറയും. അച്ഛന് ആവശ്യമുള്ള ഫോൺ ചെയ്താൽ മതി, ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്തോ. നമ്മൾ ബൾബ് ഇടൂല്ലേ, അതുപോലെ അച്ഛന് വേണ്ടതെല്ലാം അത് പറഞ്ഞു തരും. അച്ഛാ, അച്ഛന് വേണമെങ്കിൽ അതിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് കൊന്നളഞ്ഞ്. വരട്ടെ. നീ നിന്റെ പണിയെടുക്കും. Hello, Mr. Bhaskaran. Glad to meet you. പേടിക്കണ്ട, ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല. എന്നാ നിനക്കല്ലേ, അല്ലെങ്കിൽ പിടിച്ച് ഓഫായി കളയും. ദോശ. ദോശ ഓടുന്നത് കണ്ടിട്ടില്ലേ? ചുടാൻ അറിയാം, കണ്ടിട്ടില്ല. ഫസ്റ്റ് ഒരു ഹോം നേഴ്സ് ചോരയും നീരുമുള്ള സ്വന്തം മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ഇരുമ്പും കഷ്ണം ചെയ്യാൻ പോകുന്നത്. ഒരു മനുഷ്യൻ ചെയ്യുന്നതെല്ലാം റോബോട്ടും ചെയ്യും. Good morning, Mr. Babu. എങ്ങനെ മനസ്സിലായി? ബാബു കുഴമൽ വീട്ടിൽ മ്യൂച്വൽ ഫണ്ട്സ് ഇല്ല. സ്വയം തൊഴിൽ. സൗത്ത് LP സ്കൂളിൽ പഠനം. സ്വന്തം സ്ഥലം രാമന്തളി. താമസിക്കുന്നത് മഹാദേവ ഗ്രാമം. ജനനം 12th of March 1978. 235 സുഹൃത്തുക്കൾ. കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ഭക്തൻ. സിനിമയിലും സ്പോർട്സിലും താല്പര്യം. മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം. 12th of October 2016. അതിരപ്പള്ളി 14th of October 2017. ഊട്ടി ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ്. എങ്ങനെ? നാളെ മുതൽ പത്രം വേണ്ട. പത്രം വേണ്ടെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. എന്റെ അച്ഛനാണോ പറഞ്ഞു പത്രം വേണ്ടാണ്ടൊക്കത്. പത്രം വായിക്കുന്നതിന്റെ സുഖം അത് വായിക്കുന്നവനെ അറിയൂ. വായിക്കുന്നത് അറിവിനാണ്, സുഖത്തിനല്ല. നിനക്ക് കക്കൂസ് ഇരുന്ന് വായിക്കണം. നീ വന്ന് നെഞ്ചും മുളഞ്ഞ് നിൽക്കോ അറിവായിട്ട്? നിൽക്കാം. നാണം ഉണ്ടോ എനക്ക്? ഉണ്ടാവില്ല. പേപ്പർ കൊണ്ട് ചന്തി തുടയ്ക്കുന്ന നാട്ടിൽ നല്ല വരവ്. അപ്പൊ നാണം ഉണ്ടാവൂല. നാണം? ഭാസ്കർ, എനിക്ക് ഒരുപാട് പത്രം ഉണ്ടായിട്ടുണ്ട്, ഞാൻ പോകുന്നു. May I help you? നിനക്ക് ഈ ബാബുവിനെ എങ്ങനെ അറിയും? Facebook.
എല്ലാരെ കുറിച്ചും അറിയാൻ പറ്റുമോ? ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ള എല്ലാവരെയും. ഈ പ്രസന്നൻ ആളെങ്ങനാ? ഇമെയിൽ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, വാട്സാപ്പ് ഇല്ല, സ്കൈപ്പ് ഇല്ല, ഗൂഗിളിൽ ഇല്ല. പ്രസന്നൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് സംശയമാണ്. പുഴു. പുഴു. All clear. Vitamin A 38%.